ജിദ്ദയിൽ ചരിത്രപ്രസിദ്ധമായ 56 പുരാതന കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണം പൂർത്തിയായി. 500 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങളും ഇതിലുണ്ട്. ചരിത്ര പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി കിരീടാവകാശിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു പുനരുദ്ധാരണ പദ്ധതികൾ. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജിദ്ദയിലെ ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ ബലദിലുള്ള 56 പുരാതന കെട്ടിടങ്ങളുടെ ബലപ്പെടുത്തലും പുനരുദ്ധാരണവും പൂർത്തിയായതായി സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലെ ജിദ്ദ ഹിസ്റ്റോറിക് പ്രോഗ്രാം അറിയിച്ചു. കിരീടാവകാശിയുടെ സ്വകാര്യ ചെലവിൽ നിന്ന് ഇതിനായി 50 മില്യൺ റിയാൽ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രവും പൈതൃകവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുരാതന കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നത്. കെട്ടിടങ്ങളുടെ പഴമയും വാസ്തുവിദ്യാഘടനയും നിലനിർത്തിക്കൊണ്ടാണ് നവീകരണം. 600-ലധികം പുരാതന കെട്ടിടങ്ങളും ചരിത്രപ്രസിദ്ധമായ 36 പള്ളികളും 5 പ്രധാന ചരിത്ര സൂക്കുകളും ജിദ്ദയിലുണ്ട്. ഇതിൽ 500 വർഷത്തിലധികം പഴക്കമുള്ള ജിദ്ദയിലെ ചില കുടുംബങ്ങളുടെ കെട്ടിടങ്ങളും ഉൾപ്പെടും. ഇവ സംരക്ഷിച്ചു നിലനിർത്തിക്കൊണ്ട് ജിദ്ദയിലെ പൈതൃക അടയാളങ്ങളെ ഉയർത്തിക്കാട്ടുകയാണ് ജിദ്ദ ഹിസ്റ്റോറിക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇടനാഴികളും ചത്വരങ്ങളും നിറഞ്ഞ പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന നിരവധി കാഴ്ചകൾ ബലദിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ചരിത്ര സ്ഥലങ്ങളും പഴയകാല ഹജ്ജ് തീർത്ഥാടകരുടെ പ്രധാന പാതയായിരുന്ന കടൽ തീരങ്ങളും പുനർനിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇസ്ലാമിന്റെ ആരംഭകാലം മുതലുള്ള ഹജ്ജിന്റെ മഹത്തായ ചരിത്രങ്ങൾ സന്ദർശകർക്ക് വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണിത്. 5 പ്രധാന കമ്പനികൾക്കാണ് കെട്ടിടങ്ങളുടെ പുനരുദ്ധാരണത്തിനുള്ള ചുമതല. 2021 ജിദ്ദയിലെ ചരിത്ര പുരാതന കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി കിരീടാവകാശി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.